ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗില്ലി സിനിമ റിലീസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഷെയ്ൻ നിഗം അതേപോലെ കുറേ സെലിബ്രിറ്റീസ് ഈ സിനിമ കണ്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി ഒരാഴ്ച ആയിട്ട് പോലും തമിഴ്നാട്ടിലൊരു പുതിയ സിനിമ ഓടുന്നത് പോലെ ഓടുകയാണ്. എന്നുവെച്ചാൽ അത്രയും കളക്ഷൻ, ഏകദേശം 20 കോടിയുടെ മുകളിലുള്ള കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി വെങ്കട് പ്രഭു ഒരു റീല് ഷെയർ ചെയ്തിരുന്നു. അതായത് അയ്യോ ആ നടൻ്റെ പേര് മറന്നു, ഒരു നടൻ ഷെയർ ചെയ്ത റീലാണ്. അതായത് ആ റീലിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ കൊമേഴ്ഷ്യൽ സിനിമയിൽ എപ്പോഴും അതിൻ്റെ ട്രെയിലർ വരുമ്പോൾ അതിലൊരു സ്ഥിരം ഒരു ടെംപ്ലേറ്റ് സാധനം കാണുമല്ലോ, ഇതോ അവൻ വരുന്നു എന്നൊക്കെ ഉള്ള ബിൽഡപ്പ്, അതൊക്കെ പ്രേക്ഷകർക്ക് മടുത്തു എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ അത് ഒരു വിവാദമായപ്പോൾ വെങ്കട് പ്രഭു പറഞ്ഞു അത് എന്നെ ഉദ്ദേശിച്ചാണ്, അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചല്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ലോകേഷ് കനകരാജ് ഒക്കെ എന്ന് വെച്ചാൽ ആ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോലും ഇപ്പം ചെറുതായിട്ട് ആ ഒരു ടെംപ്ലേറ്റ് മടുത്ത് തുടങ്ങി. അപ്പോൾ അവരും ഇനി എന്തെങ്കിലും പുതിയതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ സാമി സിംഗോ ഒക്കെ ഡയറക്റ്റ് ചെയ്ത ഹരിയുടെ പുതിയ പടം രത്നവും ഈ ഒരു പ്രശ്നമാണ്. എന്താ ഈ ട്രെയിലർ കണ്ടപ്പോഴേ തോന്നി ആ ഒരു സ്ഥിരം കൊമേഴ്ഷ്യൽ ടൈപ്പ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയോ വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നു. വെച്ചാൽ ആവറേജ് എബോ ആവറേജ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഇനി അതിലും നല്ല സിനിമ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഫ്രണ്ട്സ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ ബൈ ബൈ. അല്ല, പിന്നെ അതിന് വേറൊരു കാര്യം പറയാറുണ്ട്. നമ്മുടെ തലപതി വിജയ് അന്നെന്തോ ക്രൗഡ് കൂട്ടിയെന്നെന്തോ പറഞ്ഞ് എന്തോ ഒരു ഇഷ്യൂ കണ്ടു. എനിക്കത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അത് വോട്ടിടാൻ വന്നപ്പോഴേ തമിഴ്നാട്ടിൽ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാക്കിയ പ്രശ്നമാണെന്നും പറയുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ.